ദ ജേർണലിസ്റ്റിലേക്ക് 15 മാസക്കാലം നീണ്ട കൊടുമ്പിരിക്കൊണ്ട യുദ്ധത്തിന് ശേഷം ഹമാസുമായി ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ എത്തുന്നത് അമേരിക്കയുടെയും ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിലായിരുന്നു. അതിനേക്കാൾ ഉപരിയായി ഇസ്രായേലിന് ഈ യുദ്ധം കൊണ്ടൊന്നും നേടാൻ കഴിയില്ല എന്ന് ഏറെക്കുറെ നെതന്യാഹുവിനുൾപ്പെടെ ബോധ്യം വന്നതും വെടിനിർത്തൽ എളുപ്പമാകാൻ കാരണമായി. എന്തായാലും വെടിനിർത്തൽ ആരംഭിച്ചപ്പോൾ പശ്ചിമേഷ്യ മാത്രമല്ല ലോകം മുഴുവൻ കരുതിയത് ഇനി അങ്ങോട്ട് സമാധാനത്തിൻ്റെ നാളുകളായിരിക്കും വരാൻ പോകുന്നത് എന്നാണ്. കാരണം വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ ഖത്തർ തീർത്തു പറഞ്ഞു ഇനി ഓരോ ഘട്ടങ്ങൾ ചർച്ചകളിലൂടെ മുന്നോട്ട് പോവുകയും ഏതാണ്ട് 6 ഘട്ടം എത്തുമ്പോഴേക്കും യുദ്ധം എന്നേക്കുമായി അവസാനിക്കുകയും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുകയും ചെയ്യുമെന്ന്. എന്നാൽ ഇസ്രായേൽ പലപ്പോഴും ഒരു ഗ്യാപ്പ് കിട്ടിയാൽ ഞങ്ങൾ യുദ്ധം ചെയ്യും എന്ന നിലയിൽ ഇടയ്ക്കിടെ ഓരോരോ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടിരുന്നു. പക്ഷേ ഖത്തറും ഈജിപ്തും അമേരിക്കയും ഒക്കെ ഒരു തരത്തിലും ഇനി ഈ യുദ്ധം തുടരാൻ അനുവദിക്കില്ല എന്ന നിലയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചതോടുകൂടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇനി യുദ്ധമുണ്ടാകുമെന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള വാക്കുകളൊക്കെ ഒഴിവാക്കി നിശബ്ദനായിരിക്കുകയായിരുന്നു. പക്ഷേ പൊടുന്നനെയാണ് ഇസ്രായേൽ യുദ്ധം പുനരാരംഭിച്ചിരിക്കുന്നത്. അതായത് വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിൽ ശക്തമായ ആക്രമണങ്ങളുമായി ഇസ്രായേൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് വടക്കൻ ഗസയിലെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെ വടക്കൻ ഗസയിലെ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ച പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സൈന്യം വ്യാപകമായി വെടിവെപ്പ് നടത്തിയെന്നും അതിൽ പ്രാഥമികമായി ഒരാൾ മരിച്ചതായുള്ള വിവരം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 80-ലധികം പേർക്ക് പരിക്കേറ്റു ഈ വെടിവെപ്പുകളുടെ ഭാഗമായി എന്നാണ് പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. അതേസമയം തന്നെ ലെബനനുമായി ഒരു വെടിനിർത്തൽ നിലനിൽക്കുന്ന സമയത്ത് ലെബനനിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലെബനാനിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. അതായത് ലെബനനുമായും അതുപോലെ തന്നെ ഈ പറയുന്ന ഹമാസുമായുമൊക്കെ വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ ഏർപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ സമാധാനം പുലരണമെന്ന അർത്ഥത്തിൽ ആയിരുന്നില്ല, അല്ലെങ്കിൽ സമാധാനം വരണം എന്ന ആഗ്രഹം കൊണ്ടായിരുന്നില്ല. മറിച്ച് എല്ലാവരെയും ഒന്നിച്ച് യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്താനോ എതിർത്ത് നിൽക്കാനോ ഉള്ള ശക്തി തങ്ങൾക്കില്ല എന്നും അത് ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും ഇസ്രായേലിന് ബോധ്യം വന്ന നിമിഷത്തിലാണ് ഇസ്രായേൽ വെടിനിർത്തലിലേക്ക് കടക്കുന്നത്. ഒന്നുകൂടി തെളിയിച്ചു പറഞ്ഞാൽ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ സർവ്വ പിടിയും നഷ്ടപ്പെടുത്തിയിരുന്നു. അതായത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെ, ഇസ്രായേലിലെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ, ഇസ്രായേലിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ, അയൺ ഡോമിൻ്റെ സെർവറുകൾക്ക് നേരെ, അങ്ങനെ ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെയും പരമാധികാരത്തെയും അതുപോലെ തന്നെ ജനങ്ങളുടെ സമാധാന ജീവിതത്തെയും ഒക്കെ നിരന്തരമായി തകർക്കുന്ന വിധത്തിലാണ് ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് വലിയൊരു അളവിൽ കൂടിയപ്പോഴാണ് ഇസ്രായേൽ ലെബനനുള്ളിലേക്ക് വ്യാപകമായ ആക്രമണം നടത്തുകയും ഒടുവിൽ ഒരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക് ലെബനനെ തളയ്ക്കുകയും ചെയ്തത്. ഹമാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ പിന്നെയും തെറ്റി. യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ ഹമാസ് ദുർബലമാകുമെന്നും ബന്ദികളെയൊക്കെ ഇസ്രായേൽ സൈന്യത്തിന് തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുമൊക്കെ ഇസ്രായേൽ പ്രത്യാശിച്ചു. പക്ഷേ യഹിയ സിൻവാറിൻ്റെ മരണത്തിന് ശേഷവും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഇസ്രായേലിൻ്റെ സൈന്യത്തിന് നേരെ ഗസയിൽ നടക്കുന്ന ആക്രമണങ്ങൾ യഹിയ സിൻവാറിൻ്റെ കൊലപാതകത്തിന് ശേഷം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. യഹിയ സിൻവാർ അവസാന നിമിഷം വരെ പോരാടിയ ഒരു പോരാളിയാണ് എന്ന് ആ അവസാന വീഡിയോ പുറത്തു വന്നതിലൂടെ ലോകം മനസ്സിലാക്കിയത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. യഹിയ സിൻവാറിൻ്റെ മരണത്തിന് പിന്നാലെ ഹമാസിലേക്ക് പലസ്തീനികളുടെ ഒരു കുത്തൊഴുക്ക് തന്നെ ഉണ്ടായി എന്ന് ഹമാസ് അവകാശപ്പെടുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ മൊത്തത്തിൽ ഇസ്രായേലിന് ഹമാസുമായി ബന്ധപ്പെട്ട് ഗസയിലെ കണക്കുകൂട്ടലുകളും പിഴച്ചു നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. ഈ ഘട്ടത്തിലാണ് ഗസയിൽ ഒരു വെടിനിർത്തൽ എത്രയും വേഗം കൊണ്ടുവരണമെന്ന് ജോ ബൈഡനും ട്രംപും ഒരുപോലെ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇസ്രായേൽ വീണ്ടും ഒരു വെടിനിർത്തലിലേക്ക് തയ്യാറാകുന്നത്. ഹമാസിനെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ ഹമാസിനെ ഒന്നുമല്ലാതാക്കി തകർത്ത് കളഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ യുദ്ധം നിർത്തൂ എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒടുവിൽ യഹിയ സിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാറുമായി ചർച്ചയിലേർപ്പെട്ട് ഹമാസ് പറഞ്ഞ പല കാര്യങ്ങളും മനസ്സില്ലാ മനസ്സോടെ അംഗീകരിച്ച്
വെടിനിർത്തലിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനെ ബന്ദികൾ ഓരോന്നോരോന്നായി തിരിച്ചു വരാൻ തുടങ്ങിയതോടെ ഇസ്രായേലിലെ ആഭ്യന്തര പ്രശ്നങ്ങൾക്ക് അറുതി വന്നു. അതായത് എല്ലാ ബന്ദികളും തിരിച്ചെത്തും എന്ന ഒരു പ്രതീക്ഷ ഇസ്രായേലിലുണ്ടായി. അങ്ങനെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയപരമായ നഷ്ടം, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ബന്ദികൾ എവിടെയെന്ന ജനങ്ങളുടെ ചോദ്യം, എന്തിനീ യുദ്ധം എന്ന വലിയ ചോദ്യം, ഈ പറയുന്ന യുദ്ധ ലക്ഷ്യങ്ങൾ നേടാതെ പിന്നെ എന്തിനാണ് വീണ്ടും യുദ്ധം ചെയ്യുന്നത് എന്ന ചോദ്യം, അതുപോലെ തന്നെ അവിടുത്തെ സൈനിക തലവൻ ഹെർസി ഹലൈവിയും അതുപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗലന്റും ഒക്കെ ഉയർത്തിവിട്ടിട്ടുള്ള ഗുരുതരമായ ആരോപണങ്ങൾ, ഇതൊക്കെ ഇസ്രായേലിൻ്റെ രാഷ്ട്രീയ പരിസരത്തെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്, അല്ലെങ്കിൽ വല്ലാതെ കലുഷിതമാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഒരു വെടിനിർത്തലിലേക്ക് പോകണം, അങ്ങനെ കുറേ ബന്ദികൾ തിരിച്ചു വന്നാലേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയൂ എന്ന നിലയിലേക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എത്തുന്നത്. പക്ഷേ ബന്ദികൾ പതിയെ വരാൻ തുടങ്ങുകയും ഈ പറയുന്ന പോലെ ഗസയിലേക്ക് ജനങ്ങൾ തിരിച്ചെത്താൻ ശ്രമിക്കുകയും, ലക്ഷക്കണക്കിന് ജനങ്ങൾ 10 ലക്ഷത്തോളം പേരൊക്കെയാണ് വടക്കൻ ഗസയിലും തെക്കൻ ഗസയിൽ നിന്നുമൊക്കെയായി അഭയാർത്ഥികളായി ഈ റഫ അതിർത്തിയിലേക്കൊക്കെ പോയതെന്നാണ് കണക്കുകൾ. അപ്പോൾ അവിടുന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വരാൻ തുടങ്ങിയതോടുകൂടി ഇസ്രായേലിലെ സൈന്യം, അതായത് ഹിറ്റ്ലറിൻ്റെയൊക്കെ മോഡലിൽ ആളുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പിലാക്കി ഒന്നിച്ച് കൂട്ടക്കൊല ചെയ്യുന്നതിന് സമാനമായ രീതിയിലേക്കുള്ള ഈ അഭയാർത്ഥികളുടെ പലായനത്തിനിടയിലേക്ക് ക്രൂരമായ വെടിവെപ്പും ആക്രമണവും നടത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയാണ്. അതായത് ഒരു വംശഹത്യാ സ്വഭാവത്തിലുള്ള ഇടപെടലുകളാണ് ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ വിലയിരുത്തലുകൾ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഈ വെടിനിർത്തൽ പരിപൂർണമായി ലംഘിച്ചുകൊണ്ട് ഇനി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ തനി സ്വഭാവം കാണിക്കുകയാണ് എന്ന മട്ടിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് വീണ്ടും ലോകത്തെ ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. വടക്കൻ ഗസയിലേക്ക് തിരിച്ചു വരാനായി ആയിരക്കണക്കിന് പലസ്തീനികളാണ് അൽ റാഷിദ് സ്ട്രീറ്റിൽ ഇപ്പോൾ കാത്തിരിക്കുന്നത്. തകർന്നടിഞ്ഞ വീടുകളുടെ അവശിഷ്ടങ്ങളിൽ ജീവിക്കേണ്ടി വന്നാലും ഞങ്ങൾ അവിടേക്ക്, അത് ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകും, ഞങ്ങളാണ് ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുമെന്നാണ് അഭയാർത്ഥികൾ പറയുന്നത്. അതായത് സ്വന്തം നാട്ടിൽ ജീവിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പലസ്തീനികൾ വരുമ്പോൾ പലസ്തീൻ സ്വതന്ത്രമാകുമെന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ പലസ്തീന് ഒരു സ്വാതന്ത്ര്യം ലഭിക്കും, ഇനി ഇസ്രായേലിന് പഴയതുപോലെ കടന്നാക്രമിക്കാൻ കഴിയില്ല, അന്താരാഷ്ട്ര സമ്മർദ്ദം അത്രമേൽ ശക്തമാണ്, അമേരിക്കയുടെ സമ്മർദ്ദവും അത്രമേൽ ശക്തമാണ് എന്ന ഒരു സ്ഥിതിവിശേഷം വരുന്ന അതേ സമയത്ത് തന്നെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പരിപൂർണമായ വെടിനിർത്തൽ കരാർ ലംഘനത്തിലേക്ക് പോകുമോ, അതോ മേൽക്കൈ തങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ഇസ്രായേൽ ഇടയ്ക്ക് നടത്തുന്ന ചില നാടകങ്ങളുടെ ഭാഗമാണോ എന്നുള്ളതൊക്കെ വഴിയേ അറിയാം. എന്തായാലും വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ ശക്തമായ ആക്രമണം ഒരു ഭാഗത്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു പക്ഷേ ഹിറ്റ്ലർ മോഡലിലുള്ള കൂട്ടക്കൊലയൊക്കെ ലക്ഷ്യമിടുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ തുടരുന്ന വിധത്തിലേക്കുള്ള നീക്കങ്ങളാണോ എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രായേൽ അത് ലംഘിക്കുന്ന വിധത്തിൽ ആക്രമണം ശക്തമാക്കുന്നു എന്നത് അപായ ഭീഷണി നൽകുന്ന കാര്യമാണ്. അത് ഗസയിലെ ജനങ്ങളെ സംബന്ധിച്ച്, പലസ്തീനിനെ സംബന്ധിച്ച് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ ഹമാസ് കരുത്താർജിച്ച് നിൽക്കുന്ന ഈ സമയത്ത് അവർ തിരിച്ചടിക്കാൻ കൂടി തുടങ്ങിയാൽ, അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ നിലവിലെ വെടിനിർത്തൽ അപ്രസക്തമായി മാറും. വീണ്ടും പശ്ചിമേഷ്യ ഗുരുതരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കേണ്ടിയും വരും.